നമ്മുടെ CS-ലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് കേട്ടോ. ഒരു ഇതിൻ്റെ മാത്രമല്ല, ഒരു എൻട്രൻസ് ടെസ്റ്റിൻ്റെ മാത്രമല്ല, നമ്മൾ കുറേ എൻട്രൻസ് ടെസ്റ്റിൻ്റെ എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പല ടൈപ്പ് ഉണ്ട്. അതിൽ LBS എക്സാം ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഉണ്ട്, അല്ലാതെ നടക്കുന്ന എൻട്രൻസ് എക്സാമുകളുണ്ട്, MCAയുടെ കോമൺ ക്വസ്റ്റ്യൻസ് എല്ലാതും ഉണ്ട്. ഓക്കെ, എക്സ്പ്ലനേഷൻ വേണ്ടതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും പറയാം, മറ്റുള്ള നമ്മൾ എന്ത് ചെയ്യുക, ഓടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഒരു 250+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതുകൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ, മൊത്തം ഒരു ടോപ്പിക്സ് കവർ ചെയ്യാൻ നേരമില്ലെങ്കിൽ ഏകദേശം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് ഓർത്തിരിക്കുക. റിവിഷനായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പതുക്കെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഡാറ്റ സ്ട്രക്ചർ ഫോളോസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്? ഏതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്? നമുക്കറിയാം അതേതാ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് വെച്ചത്, അതായത് ഇപ്പോൾ നോക്ക്, നമ്മളൊരു പാത്രം വയ്ക്കുക, ഒരു പാത്രം വെച്ചു, അല്ലെങ്കിൽ എന്താ പ്ലേറ്റ് അടുക്കി വെക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ അടുക്കി വെച്ചു, അങ്ങനെ ലാസ്റ്റ് വെച്ച ഇതൊരു പാത്രം, ഇതിനകത്ത് വയ്ക്കുന്നത് ലാസ്റ്റ് വെച്ച പാത്രമല്ലേ നമുക്ക് ആദ്യം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാ? അത് സ്റ്റാക്കാണ്. എന്താ ചെയ്യുക? സ്റ്റാക്ക് ചെയ്യാമെന്നതിന് പറയാം. പാത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്ക് ചെയ്ത് അടുക്കി വയ്ക്കും. അപ്പോൾ ലാസ്റ്റ് ഔട്ട് ഏതാ? അത് സ്റ്റാക്കാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഏതാ? അത് ക്യൂ ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ച് ഇൻ സ്റ്റോർഡ് അറേ? ബൈനറി സെർച്ചിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ബൈനറി സെർച്ച്, ബബിള്, സോർട്ട് എല്ലാതും ഇതുപോലത്തുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പലതിൻ്റെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? അപ്പോൾ ഓപ്ഷൻ ബി ആണ്, 0 log n ആണ്. O log n ആട്ടോ, 0 അല്ല, O log n ആണ് ബൈനറി സെർച്ച് എൻ്റെ എന്താണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട്, ഏത് ക്വസ്റ്റ്യൻ അപ്പോൾ തേർഡ് ആട്ടോ പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് പാരാഡിഗം? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, ഫങ്ഷണൽ, പ്രൊസീജിയറൽ, ഏതാണ്? മെക്കാനിക്കലാണല്ലേ, മെക്കാനിക്കലാണ്. ഓക്കെ, വിച്ച് SQL കമാൻഡ് ഈസ് യൂസ് ടു റിമൂവ് ഓൾ റെക്കോർഡ്സ് ഫ്രം ടേബിൾ ക്വിക്ക്ലി വിത്തൗട്ട് ഡിലീറ്റിംഗ് ടേബിൾ സ്ട്രക്ചർ? നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ അത്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ അധിക പേരും തെറ്റിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നത്തെ നമ്മുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഒറ്റ വേർഡിൻ്റെ വ്യത്യാസത്തിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുകയും, വിച്ച് ഓഫ് ദ SQL കമാൻഡ് ഈസ് യൂസ് ടു റിമൂവ് ഓൾ റെക്കോർഡ്സ്? ഓൾ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ പഠിച്ച ഒരാൾ ആദ്യം എന്ത് ചെയ്യും? ഡ്രോപ്പ് എന്ന് കൊണ്ടുപോയി എഴുതും. പിന്നെന്താ? ഫ്രം ദ ടേബിൾ. ഓക്കെ, എപ്പോഴും എന്താണ്? ഡ്രോപ്പാണ്. ക്വിക്ക്ലി അത് കഴിഞ്ഞിട്ടുള്ള സാധനം നോക്കുക. വിത്തൗട്ട് ഡിലീറ്റിംഗ് ദ ടേബിൾ സ്ട്രക്ചർ. അതായത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെയർ ഈ ടേബിളൊക്കെ എന്ത് ചെയ്യുന്നു പോകുന്നുണ്ട്? ഡാറ്റ സ്ട്രക്ചറിന് പോകുന്നുണ്ട്. ഈ ടേബിൾ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓരോ റോവിലെയും ഡാറ്റേനെ അല്ലെങ്കിൽ റെക്കോർഡിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് എന്താണ്? ഡ്രോപ്പ് അല്ല, അത് ട്രങ്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡാണ്. ഏതാണ്? ട്രങ്കേറ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്താ? മാനേജ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ റിസോഴ്സസ്, കമ്പൈൽ പ്രോഗ്രാം, ഡിസൈൻ സർക്യൂട്ട്, ക്രിയേറ്റ് ആപ്ലിക്കേഷൻ. നോക്ക്, ക്രിയേറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു OSൻ്റെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷൻ ആണോ? ഡിസൈൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡിസൈൻ സർക്യൂട്ടാണോ? അല്ല. കമ്പൈൽ പ്രോഗ്രാം OS-ആയിട്ട് ബന്ധപ്പെട്ടല്ല. പിന്നെ എന്തേ ഉള്ളൂ? മാനേജ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സ്, അതിൽ തന്നെ എല്ലതും പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ദ സ്റ്റോറേജ് ഡിവൈസ് യൂസസ് ഫ്ലാഷ് മെമ്മറി ടെക്നോളജി ഫോർ ഫാസ്റ്റർ ഡാറ്റ ആക്സസ് കമ്പയർഡ് ടു ട്രഡീഷണൽ മാഗ്നറ്റിക് സ്റ്റോറേജ്? ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? SSD ആണ് എന്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്നത്. അതല്ലാണ്ട് നമ്മൾ പഠിച്ച മറ്റേ അവിടുത്തെ ആളാരാ? എപ്പോഴും ചോദിക്കുന്ന ആളാരാ? ക്യാഷ് ഉണ്ട്, അതുപോലെ തന്നെ രജിസ്റ്റർ ഉണ്ട്. ഫാസ്റ്റർ ആയിട്ടുള്ള മെമ്മറി ഏതാണ്? ഫാസ്റ്റർ മെമ്മറി ഏതാ? രജിസ്റ്ററാണ്. അത് കഴിഞ്ഞാൽ ക്യാഷ് മെമ്മറി ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദ്യം എന്താ? വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഡിവൈസ് യൂസസ് ഫ്ലാഷ് മെമ്മറി ടെക്നോളജി ഫോർ ഫാസ്റ്റർ ഡാറ്റ ആക്സസ് കമ്പയർഡ് ടു ട്രഡീഷണൽ മാഗ്നറ്റിക് സ്റ്റോറേജ്? ട്രഡീഷണൽ, പണ്ട് കാലത്തെ നമ്മുടെ ട്രഡീഷണൽ, ഇതൊരു ക്യാഷ്, ഇത് റോമൊക്കെ വരും. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാസ്റ്ററായിട്ട് സ്റ്റോറേജ് ഡിവൈസാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലാഷ് മെമ്മറി ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസ് അതേതാ? അത് SSD ആണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
അടുത്ത ക്വസ്റ്റ്യൻ. A compiler translate machine code to high level code to machine code, assembly to high level, അതുപോലെ തന്നെ എന്താണ് ബൈനറി ടു ഡെസിമൽ. ഇവിടെ ഏതാ ഒരു കമ്പൈലർ എന്ന് പറയുന്നത് ഹൈ ലെവൽ കോഡിനെ മെഷീൻ കോഡാക്കി മാറ്റുക ചെയ്യുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് മാറ്റുക ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ NoSQL ഡാറ്റാബേസ്? NoSQL ഡാറ്റാബേസ് എന്താ ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ NoSQL ഡാറ്റാബേസ്? SQL ഡാറ്റാബേസ് അല്ലാത്തത്, SQL ഡാറ്റാബേസ് അല്ലാത്തത്. അപ്പം MySQL എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, ഇതൊരു SQL ഡാറ്റാബേസ് ആണ്. ഒറാക്കിളാണ്. PostgreSQL എന്ന് പറഞ്ഞാലും ആണ്. MongoDB എന്താണ്? MongoDB കേട്ടോ, മാംഗോ അല്ല, MongoDB എന്താണ്? NoSQL ഡാറ്റാബേസിന് എക്സാമ്പിളാണ്. ഓക്കെ. In computer network, which protocol ensure reliable connection-oriented communication by performing error checking, flow control, retransmission of lost packets? അതേതാ? ട്രാൻസ്മിഷൻ അല്ലേ, എറർ ചെക്കിങ്, ഫ്ലോ കൺട്രോൾ, ഇതൊക്കെ ഏതാ? TCP ആണ്. എന്താണ് TCP? TCPൻ്റെ ഫുൾ എന്താ? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളാണ്. എന്ത്? TCP എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ കൺട്രോൾ അല്ല, ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ അല്ല, ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോളും അല്ല, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളാണ്. In the context of function called the memory management, which data structure is used to handle nested calls by ensuring that the most recent invoked function is executed first upon return? അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്താവില്ല, പെട്ടെന്ന് വായിക്കാൻ നമുക്ക് എന്ത് മനസ്സിലാവും, ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ്റെ എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാൽ ഇവിടെ ഒരു കീവേഡ് എന്ത് പറഞ്ഞിട്ടുണ്ട്? എൻഷുറിങ് ദാറ്റ് ദ മോസ്റ്റ് റീസെൻ്റ്ലി ഇൻവോക്ഡ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഏറ്റവും അവസാനം വന്ന ആളെ എക്സിക്യൂട്ടഡ് ഫസ്റ്റ്. അതെന്താണ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ, ലിഫോ അല്ലേ. അപ്പോൾ എന്ത് വരും? സ്റ്റാക്കാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓക്കെ, ക്ലിയർ. In a relational database schema, which attribute or set of attributes uniquely identify each tuple in a relation while enforcing entity integrity by dissolving the duplicate and disallowing the duplicate and null values. നേരത്തെ ചോദ്യം പോലത്തെ ഒരു ചോദ്യമല്ലേ, ഇത്രയും വലിയ ചോദ്യമാണ്. കീവേഡ് എന്താ? ഇതിലൊരു കീവേഡ് ഉണ്ടോ? എന്താ? യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈച്ച് ടപ്പിളിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസലോവിങ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ആൻസർ കിട്ടും. യുണീക്ക് ഐഡൻറ്റിഫയർ ആണത്. ഓക്കെ, ക്ലിയർ. ക്വസ്റ്റ്യൻ നോക്കണേ. ഡേറ്റ ലോക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സോർട്ടിംഗ് അൽഗോരിതം ഹാസ് ദ ബെസ്റ്റ് ആവറേജ് കേസ് പെർഫോമൻസ് എന്ന് പറയുന്നത് ക്വിക്ക് സോർട്ടിനാണ്. വിച്ച് സോർട്ടിംഗ് അൽഗോരിതം ഹാസ് ദ ബെസ്റ്റ് ആവറേജ് കേസ് പെർഫോമൻസ്? അത് ക്വിക്ക് സോർട്ടാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് DNSൻ്റെ റോൾ എന്താ? DNSൻ്റെ റോൾ എന്താ? DNS എന്താ ചെയ്യുന്നറിയോ? ഡൊമെയിൻ നെയിമിനെ IP ആക്കി മാറ്റുകയാണ്. ഇങ്ങനൊരു പിക്ചറിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. DNS എന്ത് ചെയ്തു? കൺവേർട്ട് ഡൊമെയിൻ നെയിം ടു IP അഡ്രസ്സിലേക്ക് മാറ്റുകയാണ് ഡൊമെയിൻ നെയിം. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ അതിലൊരു ഡൊമെയിൻ നെയിം അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിലൊരു IP അഡ്രസ്സിലേക്ക് മാറ്റില്ലേ? എന്തിനും നമ്മുടെ നെറ്റ്വർക്കിൽ എന്തുണ്ട്? ഒരു അഡ്രസ്സ് ഉണ്ട്. എന്താണ് IP അഡ്രസ്സ്, യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലേ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ പ്രൈമറി റോൾ ഓഫ് HTML ഇൻ എ വെബ് ഡെവലപ്മെൻറ്റ്? വെബ് പേജിലല്ല, വെബ് ഡെവലപ്മെൻറ്റിൽ HTML എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. HTML എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന താഴെ തന്നിരിക്കുന്ന ഏറ്റവും സ്യൂട്ടായിട്ട് എന്താ പറയുക? എക്സിക്യൂട്ടിംഗ് അപ്ലിക്കേഷൻ ലോജിക് ആൻഡ് ക്ലൈൻറ്റ് സൈഡ്. അതല്ല,
ഡിഫൈനിങ് ദ സ്ട്രക്ചറൽ ലേഔട്ട് ആൻഡ് കോണ്ടൻറ്റ് ഓഫ് വെബ് പേജ് നോക്കാം, ഇതിന് സാധ്യതയുണ്ട്. മാനേജിങ് ആൻഡ് ക്വറിയിങ് റിലേഷണൽ ഡാറ്റാബേസ് അതല്ലേ അല്ല. ഹാൻഡ്ലിങ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ നെറ്റ്വർക്ക്ഡ് സിസ്റ്റം അല്ല, അതുമല്ല. അപ്പോൾ ഉള്ളതിൽ നമുക്ക് സൂട്ടബിളായിട്ട് പറയാൻ പറ്റുന്ന ഏതാ? ഡിഫൈനിങ് സ്ട്രക്ചറൽ ലേഔട്ട് ആൻഡ് കോണ്ടൻറ്റ് ഓഫ് എ വെബ് പേജ്. ഓക്കെ, ഇനി OSI മോഡലിൽ വിച്ച് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഡ് ടു എൻഡ് ഡാറ്റ ഡെലിവറി ഇൻക്ലൂഡിങ് എറർ ഡിറ്റക്ഷൻ ആൻഡ് ഫ്ലോ കൺട്രോൾ? OSI മോഡലിൽ ഏത് ലെയറാണ് എൻഡ് ടു എൻഡ് ഡാറ്റ ഡെലിവറി നടത്തുന്നത്, അതുപോലെ തന്നെ എറർ ഡിറ്റക്ഷനും ഫ്ലോ കൺട്രോളിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ ഒരു ലെയർ ഏതാ? അത് ട്രാൻസ്പോർട്ട് ലെയറാണ്. ഓക്കെ, ഇനി പൈത്തൺ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. പൈത്തൺ എന്ന് പറയുന്ന ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ക്യാഷ് മെമ്മറി യൂസ്ഡ് ടു, ക്യാഷ് മെമ്മറി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്യാഷ് മെമ്മറി ഇൻക്രീസസ് ദ പ്രോസസ്സിംഗ് സ്പീഡ്. തിരിച്ചാ പറഞ്ഞ അല്ലേ? സ്പീഡിങ് പ്രോസസ്, ഇൻക്രീസിങ് ദ പ്രോസസ്സിംഗ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? നമ്മൾ ക്യാഷ് മെമ്മറി നമ്മുടെ ഫോണിലും നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ഉള്ള ക്യാഷ് മെമ്മറി ഉപയോഗിക്കുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ത് തരും? സ്റ്റോറേജ് തരുന്നുണ്ട് അല്ലേ? ക്ലൗഡ് സ്റ്റോറേജ് തരുന്നുണ്ട്, നെറ്റ്വർക്കിംഗ് തരുന്നുണ്ട്, പ്രോസസ്സിംഗ് പവർ തരുന്നുണ്ട് അല്ലേ? ഓൾ ഓഫ് ദി എബവ് ആണ്. ജാവ ഈസ് മെയിൻലി, ജാവ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ഓക്കെ, ക്ലിയർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലം ഇൻ NP കംപ്ലീറ്റഡ്? ഏതിൽ കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് ഏതാ? ട്രാവേഴ്സിങ് സെയിൽസ്മാൻ പ്രോബ്ലമാണ്. വിച്ച് ഓഫ് ദ വേസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ക്വിക്ക് സോർട്ട്? n² ആണ് എന്ത്? വേസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇൻ എ ബി ട്രീ ഓഫ് ഓർഡർ M ദ മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് M ആണ്. ഓക്കെ, വിച്ച് ഷെഡ്യൂളിംഗ് അൽഗോരിതം മേ കോസ് സ്റ്റാർവേഷൻ? ഏതാണ്? പ്രയോറിറ്റി സ്കെഡ്യൂളിംഗ് ആണ്. അടുത്തത്, which of the following statements best justify why the height of a height balanced binary tree remains logarithmic in term of number of nodes? How? In the question options in the, because each node has at most 2 children, because the tree avoids skewness by maintaining near equal subtree heights at the every node, because nodes are inserted in sorted order, because the root always has 2 children. Option B. Okay, അടുത്ത question, which protocol is used for secure web browsing? ഏതാണ്? HTTPS. എന്താണ്? HTTPS എന്താണ്? HTTPS ആണ്. അപ്പോൾ ഇതെന്താണ്? HTTP എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇതാണെന്ത്? HTTP. ഇനി PS എന്ന് പറയുമ്പോൾ അതെന്ത് വരും? സെക്യൂർ എന്ന് പറയും. അപ്പോൾ സെക്യൂർ ആയിട്ട് വെബ് ബ്രൗസിങ്ങിന് ഉപയോഗിക്കുന്നത് എന്താണ്? HTTPS ആണ്. ഇനി FTP എന്താണ്? FTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരാളാണ് SMTP. എന്താണ്? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ഓക്കെ, പഠിച്ചു വയ്ക്കാം. റിക്കേഴ്ഷൻ എന്താ? റിക്കേഴ്ഷൻ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നത്. പ്രോഗ്രാമിൽ ഈസി എക്സിക്യൂഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ
ആ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാമിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ്. ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ്, അതിനാണ് എന്ത് പറയും? റിക്കേർഷൻ എന്ന് പറയുന്നത്. Which of the following data structure organizes elements in a hierarchical manner with the parent-child relation rather than sequentially? ചോദ്യം തന്നെ മനസ്സിലാവും. ഹൈറാർക്കിക്കൽ ഓർഡറിൽ ഇത് ഫാദർ ചിൽഡ്രൻ അല്ലെങ്കിൽ പാരൻറ്റ് ചിൽഡ്രൻ റിലേഷൻഷിപ്പാണ് സീക്വൻഷ്യലിക്ക് പകരം. സീക്വൻഷ്യലി എഴുതുന്നതിന് പകരം ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പിൽ പറയുന്ന ആരാണ്? ട്രീ ആണ്. വാട്ട് ഡസ് ആൻ API ഡു? ഒരു API എന്താ ചെയ്യുന്നത്? provides interface for interactions. Clear അല്ലേ? എല്ലാ ക്വസ്റ്റ്യനും ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. Which algorithm is used to find the shortest path in a weighted graph without negative edges? ഏതാണ്? ഡിജിക്സ്ട്രാസ് അൽഗോരിതമാണ്. ഏതാണ്? ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് അല്ലേ? ഷോർട്ടസ്റ്റ് പാത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ കേർണൽ ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? എന്താണ്? ടു മാനേജ് ഹാർഡ്വെയർ റിസോഴ്സസ് ആൻഡ് സിസ്റ്റം സെൽ. വിച്ച് പാരാഡിഗം എൻഷ്യൂർ ഇമ്മ്യൂട്ടബിൾ എന്താണ്? കോൺസിസ്റ്റൻസ് വാലിഡേറ്റഡ് transaction in a decentralized peer-to-peer network without center authority. ഏതാണ്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. എന്താണ്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. വാട്ട് ഈസ് JSON primarily used for? ഡാറ്റ ഇൻ്റർചേഞ്ച് ഫോർമാറ്റിന് വേണ്ടിയിട്ടാണ്. JSON പ്രൈമറിലി ഉപയോഗിക്കുന്നത് ഡാറ്റ ഇൻ്റർചേഞ്ച് ഫോർമാറ്റാണ്. വിച്ച് ഫോളോയിങ് കൺസ്ട്രക്റ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റഡ്ലി? ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ റിപ്പീറ്റായിട്ട് ഉപയോഗിക്കാൻ നമ്മളെന്താ ഉപയോഗിക്കൽ? ലൂപ്പ് അല്ല, അതിന് പറയാം ലൂപ്പ്. വാട്ട് ഈസ് എ കമ്പൈലർ എറർ അക്വർ? അല്ലെങ്കിൽ വെൻഡസ് ആണ്. വെൻഡസ് ഒരു കമ്പൈലർ എറർ എപ്പോഴാണ് നടക്കാം? ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ ആണോ? ആഫ്റ്റർ പ്രോഗ്രാം ടെർമിനേഷൻ ആണോ? ബിഫോർ എക്സിക്യൂഷൻ ആണോ? ഡ്യൂറിങ് ഡീബഗിങ് ആണോ? അപ്പോൾ കമ്പൈൽ ചെയ്തപ്പോഴാണ് നമ്മൾ എക്സിക്യൂഷൻ്റെ മുന്നെയാണ് എന്ത് ചെയ്യുക? കമ്പൈൽ ചെയ്യുക. ബിഫോർ എക്സിക്യൂഷൻ, ഡ്യൂറിങ് കമ്പൈലേഷൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് IP അഡ്രസ്? IP അഡ്രസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഐഡൻറ്റിഫൈ എ യൂസർ നെയിം ആണോ? യൂസർ നെയിം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഐഡൻറ്റിഫൈ വെബ്സൈറ്റ് ഡിസൈൻ ആണോ? ഡാറ്റ സ്റ്റോർ ചെയ്യാനാണോ? എന്താണ്? ഒരു നെറ്റ്വർക്കിലുള്ള ഡിവൈസിനെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? IP അഡ്രസ്. ഐഡൻറ്റിഫൈ ഡിവൈസസ് ഓൺ എ നെറ്റ്വർക്ക്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി മെയിൻലി നോൺ ഫോർ? എന്തിനാണ്? സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് ആണോ? ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് സെക്യൂർ ലെഡ്ഗർ സിസ്റ്റം ആണോ? ഫാസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓൺലി ആണോ? ഇമേജ് റെൻഡറിങ് ആണോ? ഷുഡ് ബി. വാട്ട് ഈസ് UML പ്രൈമറിലി യൂസ്ഡ് ഫോർ ഇൻ? എന്താണ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. എന്തിനാണ് UML ഉപയോഗിക്കുന്നത്? മോഡലിംഗ് ആൻഡ് ഡിസൈനിങ് സിസ്റ്റം. ഓക്കെ, ക്ലിയർ. അടുത്തത് വാട്ട് ഡസ് SAS സ്റ്റാൻഡ്സ് ഫോർ? സാസ് എന്താ? സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. കൂടെ ആരൊക്കെ ഉണ്ട്? IaaS ഉണ്ട്, PaaS ഉണ്ട്, PaaS. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. മറ്റേതെന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. എവിടെയാണ്? ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പല തരത്തിലുള്ള സർവീസുകളാണ് അല്ലേ? ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ കൊടുക്കുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ. നമ്മളിപ്പോൾ ഒരാൾ ഡ്രോയിങ് ചെയ്യാൻ പോകുന്ന അയാൾക്ക് എന്തുണ്ട്? ക്യാൻവാസ് ഉണ്ട്, അവിടെ ഡ്രോയിങ് ചെയ്യാൻ ബ്രഷ് ഉണ്ട്, പെയിൻ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലി നമ്മൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ? നമ്മളവിടെ പോയി ഡ്രോ ചെയ്യേണ്ടേ ഉള്ളൂ. അപ്പോൾ എന്താണ്? എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നേ ഡ്രോ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ്? നമ്മുടെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ്, അതുപോലെ തന്നെ ആമസോൺ പ്രൈം പോലത്തുള്ള
കാര്യങ്ങളൊക്കെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കില്ല. ആ പ്ലാറ്റ്ഫോം നമുക്ക് എന്തേ ഉള്ളൂ, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്തേണ്ടുള്ളൂ, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യമോ അതുപോലെ തന്നെ അതിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനം സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മളതിൻ്റെ മെയിൻ്റെനൻസ് നോക്കണ്ട, സ്റ്റോറേജ് കാര്യങ്ങൾ ഇതിലൊക്കെ എന്താണ് നമുക്ക് കൂടുതൽ നമ്മളാ സർവീസ് എന്ത് ചെയ്യുന്നുള്ളൂ മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് മാത്രം നമുക്ക് എടുത്താൽ നമ്മളതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ്. സോഫ്റ്റ്വെയർ ആണ് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ CPU ഇത് നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ. ഓക്കെ ഓക്കെ ഇൻ ട്രെയിനിങ് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് വിച്ച് ടെക്നിക് ഹെൽപ്സ് എന്താണ് മിറ്റിഗേറ്റിംഗ് ദ വാനിഷിംഗ് ഗ്രേഡിയൻ പ്രോബ്ലം ബൈ അലോവിങ് ഗ്രേഡിയൻ ടു ഫ്ലോ മോർ എഫിഷ്യൻ്റ്ലി ത്രൂ ഡീപ് ലെയേഴ്സ് വൈ ഐഡൻറ്റിറ്റി മാപ്പിംഗ്. ഇനി എന്താ പറയുക, റെസിഡ്യുവൽ കണക്ഷൻ, സ്കിപ്പ് കണക്ഷൻസ് എന്ന് പറയാം, സ്കിപ്പ് കണക്ഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ഡാറ്റ മൈനിങ്? ഡാറ്റ മൈനിങ്ങിൻ്റെ പ്രൈമറി ഗോൾ എന്താ? ഡാറ്റ സ്റ്റോർ ചെയ്യാനാണോ, ലാർജ് ഡാറ്റ സ്റ്റോർ ചെയ്യാനോ, എക്സ്ട്രാക്ട് യൂസ്ഫുൾ പാറ്റേൺ ഫ്രം ദ ഡാറ്റ, ഡിലീറ്റിംഗ് അൺവാണ്ടഡ് ഡാറ്റ, എൻക്രിപ്റ്റഡ് ഡാറ്റ. എന്താണ് ഡാറ്റ ഗോൾ എന്ന് പറയുന്നത്? എന്താ? എക്സ്ട്രാക്ട് യൂസ്ഫുൾ പാറ്റേൺ ഫ്രം ഡാറ്റ. വാട്ട് ഡസ് എൻക്രിപ്ഷൻ എൻഷ്യൂർ ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ? എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രിപ്ഷനുണ്ട്, എൻക്രിപ്ഷനുണ്ട്. ഡാറ്റ സ്പീഡ്, ഡാറ്റ ലോസ്, ഡാറ്റ റിഡൻഡൻസി. ഇതാ സെക്യൂരിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ക്രിപ്റ്റോഗ്രഫീൻ്റെ ഒരു മെയിൻ സാധനം ഡാറ്റ എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റിനെ സൈഫർ ടെസ്റ്റ് എന്ന് പറയും. സൈഫർ ടെക്സ്റ്റ്, അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റിനെ ഒരു അൺറീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുക. എന്താണ് അൺറീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുക? ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ അതിനെ അൺറീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റാക്കി മാറ്റുന്നതിന് പറയുന്നതാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി തിരിച്ച് സൈഫർ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റാക്കി മാറ്റുന്ന പരിപാടിക്ക് പേരാണ് ഡിക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഡീകോഡ് ചെയ്യുക. ഓക്കെ, ക്രിപ്റ്റോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട്. വാട്ട് ഡസ് പോയിൻ്റർ വേരിയബിൾ സ്റ്റോർസ്? എന്താണ് പോയിൻ്റർ വേരിയബിളിൽ എന്താണുള്ളത്? മെമ്മറി അഡ്രസ്സ് അല്ലേ ഉള്ളത്. അതായത് തൊട്ടടുത്ത പോയിൻ്റർ വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്ന അതിൻ്റെ എന്താണ് ഉണ്ടാവുക? മെമ്മറി അഡ്രസ്സാണ്. ഇനി ഒരു പ്രോഗ്രാമിൽ ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് കോഡിനെ പറയുന്ന പേരാണോ? കമ്പൈലിംഗ് കോഡാണോ? ഐഡൻറ്റിഫൈങ് ആൻഡ് ഫിക്സിങ് എററാണോ ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്? അതോ എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാമാണോ? ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ എന്താണ് എറർ ഫൈൻഡ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നതാണ്. ഐഡൻറ്റിഫൈ ദ എറേഴ്സ് ആൻഡ് ഫിക്സിങ് ആണ്. ഓക്കെ, ഇൻ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് വിച്ച് ഇവാലുവേഷൻ മെട്രിക് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വെൻ ഡീലിംഗ് വിത്ത് highly imbalanced data set, which one class significantly outnumbers the other? അത് F1 സ്കോർ ആണ് കേട്ടോ, F1 സ്കോർ. വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പൈലർ ആഫ്റ്റർ സക്സസ്ഫുൾ കമ്പൈലേഷൻ? എന്താണ് കമ്പൈൽ ചെയ്തതിന് ശേഷം തരുന്നത്? ഒബ്ജക്റ്റ് കോഡാണ്. എന്താണ്? ഒബ്ജക്റ്റ് കോഡാണ്. Which of the following statement most accurately characterize the disciplinary relationship of machine learning with modern computational science? വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വായിച്ചു നോക്കാൻ അറിഞ്ഞാൽ നമ്മൾ ആ ഒരു ടേം പഠിച്ചില്ലെങ്കിൽ പോലും നമ്മളുള്ളൊരു വിവരം വെച്ച് നമുക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഫയർ വാളിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താ? അതും സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെടല്ലേ ഫയർ വാൾ? ഓക്കെ, ഓപ്ഷൻ സി ഓർ ബി ആണ് വരിക. ഓപ്ഷൻ സി ഓർ ബി. സെക്യൂരിറ്റി ബൈ ഫിൽട്ടറിങ് ട്രാഫിക്. ഓക്കെ, ക്ലിയർ. 49. വാട്ട് ഈസ് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ്? ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ്? ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ടാണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ പോകുന്നത്. റാൻഡംലി ഇൻ രജിസ്റ്റേഴ്സ് ആണോ? ഓൺലി ഇൻ ക്യാഷ് ആണോ? നോൺ കണ്ടിന്യൂസ്ലി വിത്ത് പോയിൻറ്റേഴ്സ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് എവിടെ ലിങ്ക്ഡ് ലിസ്റ്റ്? നോഡുകൾ അല്ലേ?
ഓക്കെ, അടുത്ത ഫിഫ്റ്റീത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ബിഗ് ഓ നൊട്ടേഷൻ റെപ്രസെൻറ്റ് ഇൻ അൽഗോറിതം? ബിഗ് ഓ നൊട്ടേഷൻ അൽഗോറിതത്തിൽ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്സാക്റ്റ് റണ്ണിങ് ടൈം ആണോ, ലോവർ ബൗണ്ട് കോംപ്ലക്സിറ്റി ആണോ, അപ്പർ ബൗണ്ട് ഓർ ടൈം സ്പേസ് കോംപ്ലക്സിറ്റി ആണോ? ബിഗ് ഓ എന്താണ്? നേരത്തെ പറഞ്ഞല്ലേ ടൈം കോംപ്ലക്സിറ്റീനെ ബൈനറി സെർച്ചിൻ്റെ എന്താണ്, എൻ ലോഗ് എൻ ആണ് എന്നൊക്കെ പഠിച്ച ഓർമ്മ ഉണ്ടോ? അപ്പർ ബൗണ്ട് ഓൺ ടൈം സ്പേസ് കോംപ്ലക്സിറ്റി ആണ് ആ ബിഗ് ഒ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 50 ക്വസ്റ്റ്യൻ ചെയ്തു കേട്ടോ. ഇത് പാർട്ട് 2 ഇലക്ട്രോണിക്സ് ഒക്കെ പറയുന്നത് എന്താണ്, അത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കുക, 50ഓളം കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനിയും 200+ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത പാർട്ടിലായിട്ട് വെയിറ്റ് ചെയ്യാം, നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ? ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിക്കട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്തൊരു പാർട്ടിൽ കാണാം. തൊട്ടടുത്ത പാർട്ട് നമുക്ക് ഉടൻ തന്നെ ചെയ്യാം കേട്ടോ.